കട്ടപ്പനയിലെ വൈദ്യുതി തടസ്സത്തിനെതിരെ കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ KCB ഓഫീസ് ഉപരോധിച്ചു. തുടർച്ചയായുള്ള വൈദ്യുതി തടസ്സം മൂലം ചെറുകിട വ്യാപാരികൾക്ക് കടകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്ന് നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി തുടർച്ചയായി വൈദ്യുതി മുടക്കം പതിവാണ്. ഓരോ ദിവസവും അറ്റകുറ്റപ്പണിയാണെന്ന് പറഞ്ഞ് രാവിലെ 8 മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. ഇതുമൂലം ചെറുകിട വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുൻപ് 2 തവണ പരാതി നൽകാൻ കട്ടപ്പനയിലെ KCB ഓഫീസിൽ എത്തിയപ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് വീണ്ടും വ്യാപാരികൾ എത്തിയപ്പോഴും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഇല്ലായിരുന്നു. ഇതേ തുടർന്നാണ് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധമറിയിച്ചത്. കട്ടപ്പനയിൽ നിരന്തരമായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം വളരെയധികം ബുദ്ധിമുട്ട് വ്യാപാര സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകുന്നു. കട്ടപ്പനയിൽ 1300ഓളം വരുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളുണ്ട്. ഇതിൽ ചെറുതും വലുതുമായ വളരെയധികം കച്ചവടക്കാരുണ്ട്. ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന തയ്യക്കടകൾ, ചെറിയ സ്റ്റേഷനറി കടകളിലും ഒക്കെ ഈ വൈദ്യുതി പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഒരു ഭാഗം മാത്രമായിട്ടല്ല ഇവിടെ പോകുന്നത്, മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഒരു ഭാഗമായിട്ടല്ല, എല്ലാ ഭാഗവും പോകുന്ന ഒരവസ്ഥ. ഇത് വളരെയധികം ബുദ്ധിമുട്ടും. മാസങ്ങളായിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ പരിപാടി അത് കൃത്യതയോടുകൂടി ഇവർ ഓരോ ഭാഗങ്ങളും കൃത്യമായി കണ്ട് ഇത് ചെയ്യുവാൻ ശ്രമിച്ചാൽ പൂർണ്ണമായിട്ട് ഇതിന് ഒരു പരിധി വരെ മാറ്റം വരുത്താൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു. ഇവിടെ ഈ ഓഫീസിൽ അന്ന് ഒരു മനുഷ്യർ പോലും ഇത് നിവേദനം കൈപ്പറ്റുവാനില്ലായിരുന്നു. വേറെ സബ് എഞ്ചിനീയറെ അവസാനം ഏൽപ്പിച്ചിട്ടു. ഇന്നും അതേ സ്ഥിതി തന്നെയാണ്. തുടർന്ന് പോലീസ് എത്തി വ്യാപാരികളും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. തുടർച്ചയായുള്ള അറ്റകുറ്റപ്പണികൾ ഒഴിവാക്കാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഒരു 250ഓളം തൊഴിലാളികളും ബ്യൂട്ടി പാർലറുകളുണ്ട്. അതിൽ വിധവകളായ സ്ത്രീകളുണ്ട്, തയ്ച്ചു ഉപജീവനം കഴിക്കുന്നത്, മക്കളെ വളർത്തുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട്. ജീവിതമാർഗം തേടിയാണ് അവർ ഓരോ വാടക കൊടുത്ത് റൂമെടുത്ത് തയ്യൽ കടകളിട്ടിരിക്കുന്നത്. പക്ഷെ നിരന്തരമായ കറണ്ട് പോക്കാണ്. 5 മണിയാകുമ്പോൾ കറണ്ട് വരുമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. കറണ്ട് പോകുന്ന മെസ്സേജിലിടും 5 മണിക്ക് വരുമെന്ന്. പക്ഷെ വരുന്നത് 8-8:30 ആകുമ്പോഴാണ് വരുന്നത്. ഇതിന് മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടാകാതിരിക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ വനിതകളുടെ നേതൃത്വത്തിൽ കട്ടപ്പന വനിതാ യൂണിറ്റ് സമരത്തിനിറങ്ങും. കാരണം 250ഓളം മേളിൽ ആൾക്കാരുണ്ട് ഈ തയ്യലുമായിട്ട് ജീവിക്കുന്നത്. ഞങ്ങൾ വനിതാ പിന്നെ സമരത്തിനിറങ്ങും. ഇതിനൊരു മാറ്റം ഉണ്ടാകാതെ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ 250ഓളം വരുന്ന തയ്യൽക്കടക്കാർ സമരത്തിനിറങ്ങും. ഇനിയും വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളുമായി KCB മുന്നോട്ടു പോയാൽ ശക്തമായ തുടർ സമരങ്ങൾക്ക് വ്യാപാരികൾ തയ്യാറാകുമെന്നും നേതാക്കൾ പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, ബൈജു എബ്രഹാം, രാജേന്ദ്രക്കുറുപ്പ്, രമണൻ പടന്നയിൽ, ഷമേജ് K ജോർജ്, റോസമോ മൈക്കിൾ, ആഗ്നസ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.